തങ്ങൾ ഒരിക്കലും ബിജെപിയിൽ ചേരില്ലെന്ന പ്രഖ്യാപനവുമായി മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസും വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസും പഞ്ചായത്ത് അംഗം ഷിൻഡോ പള്ളിപ്പറമ്പനും വാർത്താസമ്മേളനം നടത്തി. പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും കെപിസിസി നേതൃത്വം ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ ഒരു മെമ്പറെ വിലക്കെടുക്കാൻ CPM-നെ പ്രേരിപ്പിച്ചത് അവരുടെ കഴിഞ്ഞ 20 വർഷക്കാലത്തിലേറെയായുള്ള പഞ്ചായത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ മൂടി വെക്കുന്നതിന് ഭാഗമായിട്ടാണ്. സ്വാഭാവികമായും ഞങ്ങൾ ഇന്നലെ 9 മെമ്പർമാർ ഔസേപ്പ് ഒഴികെയുള്ള 9 മെമ്പർമാർക്ക് കൃത്യമായി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് ടെസി ജോസിനെ സ്ഥാനാർത്ഥിയാക്കണം, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള നിർദ്ദേശം ഔസേപ്പ് കാലുമാറുകയാണെങ്കിൽ ഞങ്ങൾക്ക് മീറ്റിംഗ് ഹാളിൽ കിടക്കുന്നത് വരെ ഞങ്ങളുടെ കൂടെയുള്ള മെമ്പർമാർക്ക് പോലും ഉറപ്പില്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് ഔസേപ്പിന്റെ പേരിൽ ഒരു CPM മെമ്പർ നിർദ്ദേശിക്കുകയും മറ്റൊരു CPM മെമ്പർ പിന്താങ്ങുകയും ചെയ്തപ്പോൾ ഉടനെ തന്നെ കോൺഗ്രസിന്റെ മെമ്പർമാർ ടെസിയുടെ പേര് നിർദ്ദേശിക്കുകയും പിന്താങ്ങുകയും ചെയ്ത് മത്സരം ഉണ്ടായി. പഞ്ചായത്തിലെ മറ്റ് 5 അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച 8 അംഗങ്ങളും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാണ് വിമതയായി ജയിച്ച ടെസി ജോസിനെ പ്രസിഡന്റാക്കിയത്. 4 അംഗങ്ങളുള്ള ബിജെപിയുടെ പിന്തുണയോടെയാണ് ഭരണം പിടിച്ചത്. ഇതിന് ഒത്താശ ചെയ്തതിന്റെ പേരിൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിലും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിനിടെ പഞ്ചായത്ത് അംഗം അക്ഷയ് കൃഷ്ണ BJP ബാന്ധവം തനിക്കറിയില്ലായിരുന്നുവെന്ന് പ്രസ്താവനയുമായി രംഗത്തെത്തി. CPM-നോടുള്ള വിരോധത്തിൽ BJP അംഗങ്ങൾ വോട്ട് ചെയ്തെന്നാണ് ഭരണം പിടിച്ചവരുടെ വാദം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ഔസേപ്പിനെ CPM വിലക്കെടുത്ത് പ്രസിഡന്റാക്കാൻ ശ്രമിച്ചെന്നും ഇവർ ആരോപിക്കുന്നു. അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഔസേപ്പിന്റെ പേര് CPM നിർദ്ദേശിച്ചു. കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണച്ച വിമതയായ ടെസിക്ക് 12 വോട്ടും ഔസേപ്പിന് 11 വോട്ടും കിട്ടി.